ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീട്ടിൽ ഞാൻ കാണിക്കുന്നത് ഒരു ഒഡീഷ്യൻ ഡിഷ് ദഹി ബെങ്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് ഒരു ബ്രിഞ്ചാളാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ബ്രിഞ്ചാൾ നമ്മൾ ചെറിയ വട്ടത്തിൽ സ്ലൈസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ തിരുമ്മിയെടുക്കുക. നമ്മൾ മീനൊക്കെ വറുക്കാൻ തിരുമുന്ന പോലെ ഇതൊന്ന് തിരുമ്മിയെടുക്കുക. അതിനുശേഷം ഒരു ഫ്രൈയിങ് പാനിൽ എണ്ണ ഒഴിക്കുക. അപ്പോൾ നമ്മൾ മീനൊക്കെ വറുക്കുന്നത് അത്രയും എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയാവും. എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്രിഞ്ചാൾ നമ്മൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. പക്ഷെ ഒത്തിരി നമ്മൾ കരിക്കേണ്ട കാര്യമില്ല, പക്ഷെ ഒരു അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് വരികയും ചെയ്യണം. ആ രീതി വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് വേറൊരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുക. ഈ വറ്റൽമുളക് ഒന്ന് കളറ് മാറി ജസ്റ്റ് ഒരു ബ്ലാക്ക് കളറൊക്കെ ആകുമ്പോഴത്തേനും നമുക്കതിലായിട്ട് ഒരു സവാള ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു സവാളയുടെ പകുതി ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി 3-4 ഇട്ട് കൊടുത്താലും മതിയാവും. എന്നിട്ട് ജസ്റ്റ് ഇതിനൊരു കളറൊന്ന് മാറുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മുളക് പൊടിയാണ്. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതിയാവും. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ബൗളെടുത്തിട്ട് നമ്മൾ അതിലോട്ടൊരു 4-5 ടേബിൾ സ്പൂൺ യോഗട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ യോഗട്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടി ഇടാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം യോഗട്ട് മാത്രമാണ് നിങ്ങൾക്ക് നല്ല കട്ടിയായിരിക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് ഉപ്പ് അതിലോട്ട് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് ജീരകം പൊടിച്ചത്, അതും കുമിൻ പൗഡറും കുറച്ച് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ബ്രിഞ്ചാൾ മുഴുവൻ ഇതിലായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചില്ലായിരുന്നു, നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളകും സവോളയും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയാകുമ്പോഴത്തേനും നമ്മുടെ ദഹി ബൈങ്കൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ നമ്മൾ എന്നും സാധാരണ മോരുകറി ഉണ്ടാക്കുന്നതിനേക്കാളും ബ്രിഞ്ചാളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്ത രീതിയിലുള്ളൊരു ഡിഷാവും. വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എന്നും ഒരേ രീതിയിലുള്ള കറിയൊക്കെ കഴിച്ച് ബോറടിച്ചിരിക്കുന്നവർക്ക് ഇതൊന്ന് പരീക്ഷ നോക്കാവുന്നതാണ്. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡിഷ് ഉണ്ടാക്കി നോക്കുക. നല്ലതാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.